മരിക്കാൻ കിടക്കുന്നയാളാണെങ്കിൽ അയാളുടെ അരികിലുള്ള ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവിടെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇഖ്റഊ അലാ മൗതാകും യാസീൻ. നിങ്ങളെ വീട്ടിൽ ഒരാൾ മരിക്കാൻ കിടക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അരികിലാണ് നിങ്ങളുള്ളതെങ്കിൽ, നിങ്ങൾ അയാൾക്ക് യാസീൻ സൂറത്ത് ഓതിക്കൊടുക്കുക. യാസീൻ സൂറത്ത് അവിടുന്ന് ഓതിക്കൊടുക്കുക. കാരണം യാസീൻ സൂറത്തിൽ എന്താണുള്ളത്? യാസീൻ സൂറത്തിലുള്ളത് അതേ ഖിയാമത്ത് നാളിന്റെ അവസ്ഥകളാണ്, പുനർജന്മത്തെക്കുറിച്ചാണ് അതിലുള്ളത്. അത് മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അരികിൽ ഓതിക്കൊടുത്താൽ ആ ചിന്തകളെല്ലാം അയാളെ ഖൽബിൽ ഇങ്ങനെ ഉദിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അരികിൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതിക്കൊടുക്കുക എന്ന് പറഞ്ഞത്. മഹാന്മാർ പറഞ്ഞു, അങ്ങനെ മരിക്കാൻ ഏതൊരു രോഗിയും ആ രോഗിയുടെ അരികിൽ അയാൾ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ അയാളുടെ അരികിൽ യാസീൻ സൂറത്ത് ഓതിക്കൊടുത്താൽ അയാള് ദാഹം മാറിയിട്ടാണ് മരിക്കുന്നത്, ദാഹം മാറിയിട്ടാണ് ഖബറിൽ കിടക്കുന്നത്, ദാഹം മാറിയിട്ടാണ് അയാൾക്ക് പുനർജന്മം ലഭിക്കുന്നത്, ദാഹം മാറിയിട്ടാണ് ഖിയാമത്ത് നാളിൽ അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഇതുപോലെ മരിക്കാൻ കിടക്കുന്ന ആളുടെ അരികിൽ ഓതേണ്ടുന്ന മറ്റൊരു സൂറത്താണ് സൂറത്തുർ റഅദ്. ആ സൂറത്തുർ റഅദ് അവിടെ ഓതിക്കൊടുത്താൽ കിട്ടുന്ന നേട്ടം എന്താണ്? അതേ ജാബിർ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാണ്, മരിക്കാൻ കിടക്കുന്നയാളുടെ അരികിൽ സൂറത്തുർ റഅദ് ഓതിക്കൊടുത്താൽ അയാളുടെ റൂഹ്, ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് അതേ അങ്ങ് മെല്ലെ അങ്ങ് പിരിഞ്ഞു പോകുന്നു, എളുപ്പത്തിൽ പിരിഞ്ഞു പോകുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായും ശ്രദ്ധിക്കേണ്ട എത്രയെത്ര കാര്യങ്ങളാണുള്ളത്.